30 കോടി ഈശ്വര സങ്കല്പത്തിലും ദേവാദിദേവനായ ശ്രീ മഹാദേവന്റെ തിരു ഉത്സവമായ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഭഗവാന്റെ തിരുമുരുക്ക് അരങ്ങേറുന്ന നെടുകുതിര എടുപ്പിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ഉത്സവ പ്രേമികളെയും ശ്രീ വെങ്കടേശ്വര മഹാദേവന്റെ ഈ പവിത്രമായ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നോട്ടത്തിൽ കണ്ണ് ഉടക്കിപ്പോകുന്ന പച്ചവർണ്ണ നിറങ്ങൾക്ക് കണക്കും കലയും കൊടുത്ത് കെട്ടി ഉയർത്തിയിരിക്കുന്ന വിസ്മയ കാഴ്ച, അതാണ് നെടുകുതിര. തിളക്കമാർന്ന വിസ്മയ കാഴ്ച കാണാൻ ക്ഷേത്ര സന്നിധിയിൽ കൂടിയിരിക്കുന്ന നല്ലവരായ ഓരോരുത്തർക്കും ഭഗവാന്റെ നാമത്തിലും ശ്രീ വെങ്കടേശ്വര ഉത്സവ കമ്മിറ്റിയുടെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിച്ചു. വടക്കേ വയൽക്കാട് ശ്രീ വെങ്കടേശ്വര സർക്കാർ സ്വന്തമായി ഒരു നെടുകുതിരായി നദി ഈ നാട്ടിലെ ഉത്സവ പ്രേമികളുടെ ചിരകാല സ്വപ്നമായിരുന്നു. 2019 ഈ നാട്ടിലെ കരുതാർന്ന ചെറുപ്പക്കാർ കെട്ടിലും പട്ടിലും ഗാംഭീര്യമുള്ള അന്തസ്സുള്ള നെടുകുതിരയെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചു. ഇന്ന് വടക്കേ വയൽക്കാട് ശ്രീ വെങ്കടേശ്വര സർക്കാരിന്റെ ഇന്ന് ഈ നെടുകുതിര നമ്മുടെ നാടിന് അഭിമാനമായി തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവ പറമ്പുകളിലും കെട്ടുകാഴ്ചയുടെ വിസ്മയ കാഴ്ചയൊരുക്കി ഉത്സവ പ്രേമികൾക്ക് ആനന്ദം പകർന്നു. ഒരു കാലത്ത് കർഷക ഭൂമിയുടെ മണ്ണായിരുന്ന ഈ പ്രദേശത്തെ നിലവിളപ്പിന് ശേഷം കർഷകർ അവരുടെ വിശ്വാസവും കരുത്തും തെളിയിക്കുന്ന ആഘോഷങ്ങളിൽ പ്രധാനമായിരുന്നു നെടുകുതിരയുടെ ഉത്സവം. പാരമ്പര്യവും വിശ്വാസവും കൈവിടാതെ ഇന്നും ഈ തലമുറയുടെ ഈ മഹോത്സവം കടന്നു പോകുന്നു എന്നത് ഈ ദേശത്തിന് തന്നെ അഭിമാനമാണ്. വളരെ നല്ല രീതിയിൽ ഈശ്വര സങ്കല്പത്തിൽ ദേവാദിദേവനായ ശ്രീ മഹാദേവന്റെ തിരു ഉത്സവമായ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഭഗവാന്റെ എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്തു. ഒരുമിച്ച് അതെ ഒരേ മനസ്സോടുകൂടി ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് കുതിര എത്തിക്കേണ്ടതാണ്. ഒരേ മനസ്സോടുകൂടി ക്ഷേത്രത്തിന്റെ വടക്കേ തല അതെ അങ്ങനെ ഉയർത്തി ഒരുമിച്ച് കുതിർക്ക് നടനകലയുടെ ആചാര്യനെ ശിവഭഗവാൻ 2 വിധമാണ് നടനമാടുന്നത്. ലളിതമായ ചുവട് വെച്ചുള്ള രാസനൃത്തമാണ് അതിലൊന്ന്. ചടുലമായ ചുവടുകൾ വയ്ക്കുന്ന നൃത്തമാണ് രണ്ടാമത്തേത്. നെടുകുതിരയുടെ ചലനങ്ങളിൽ ഈ 2 ഭാവവും ചേർന്ന് ലാസ്യയും ചടുലയും മാറി മാറി വന്നു ചേരുന്ന വശ്യമായ ഈ മനോഹര കാഴ്ച കാണാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഓരോരുത്തർക്കും ഭഗവാന്റെ കൃപാകടാശവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഭഗവാൻ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊള്ളുന്നു.